നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തകരകത്തികാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം തേടി. പതിവ് പൂജകൾ നേരത്തെ പൂർത്തീകരിച്ച് ക്ഷേത്രനട 11:30 അടച്ച ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വാദ്യമേളങ്ങളുടെയും മൂന്നാനകളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും, തിരിച്ചെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിൽ എത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചെലമ്പുമായി ഉറഞ്ഞുതുള്ളി പറചെരിഞ്ഞു. ഭക്തജനങ്ങളുടെ വഴിപാടായി നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, പഴം, ശർക്കര, മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച 1500ഓളം പറകളാണ് ഭഗവതിക്കായി ഒരുക്കിയിരുന്നത്. തുടർന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ കുളപ്രദക്ഷിണം നടത്തി. രാത്രി പുറത്തേക്ക് എഴുന്നള്ളിപ്പിനു ശേഷം കളമ്പാട്ടും നടന്നു. താലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിക്ക് വാഗച്ചാർത്ത്, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായിരുന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറി. താലപ്പൊലിയോടനുബന്ധിച്ച് പൊൻവാളും പൊന്നിൻ ചിലമ്പുമായി സർവാഭരണ വിഭൂഷിതയായാണ് ഭഗവതി ഭക്തർക്ക് ദർശനം നൽകിയത്.